നമസ്കാരം. ജ്യോതിഷപ്രകാരം പല വിധത്തിലും രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും ഗ്രഹമാറ്റങ്ങളും സംഭവിക്കുന്നതാകുന്നു. ഇത് പല വിധത്തിലുള്ള ഫലങ്ങളാണ് നൽകുക. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളോ ഗുണകരമോ ദോഷകരമോ ആകാം. എന്നാൽ ഇവിടെ പരാമർശിക്കാൻ പോകുന്നത് ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളാകുന്നു. മാർച്ച് അവസാനത്തോടെ സംഭവിക്കുന്ന മഹാശനിമാറ്റം തന്നെയാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ രാശിമാറ്റമായി കണക്കാക്കുന്നത്. ശനി രാശി മാറുന്നതോടെ ബുധന്റെ മാറ്റവും അനുകൂലമായി ചില രാശിക്കാരിൽ കടന്നു വരുന്നു എന്നതാണ് വാസ്തവം. ഏപ്രിൽ 3 എന്ന ദിവസത്തിന് പ്രാധാന്യമുണ്ട്. ബുധൻ മീനം രാശിയിൽ പ്രവേശിക്കുന്നതാകുന്നു. ഈ സമയം ശനിയും മീനം രാശിയിൽ ഉണ്ടാകും. തന്മൂലം ചില രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക, എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും എന്ന് മനസ്സിലാക്കാം. ഈ 2 ഗ്രഹങ്ങളും പൂരുരുട്ടാതി നക്ഷത്രത്തിലാണ് കൂടിച്ചേരുന്നത്. തന്മൂലം ജീവിതത്തിൽ ഭാഗ്യഫലങ്ങൾ ഇരട്ടിയായി തന്നെ കടന്നു വരും. ശനി ബുധ സംയോഗത്തിലൂടെ ജീവിതം മാറി മറിയുന്ന ആ രാശിക്കാർ ഇവരാണ്. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ഇഷ്ടദേവതയുടെ നാമം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഓം ശനീശ്വരായ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെയും ബുധന്റെയും സംയോജനം ഗുണപ്രദമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഇവരുടെ 11ാം ഭാവത്തിലാണ് ഈ കൂടിച്ചേരൽ സംഭവിക്കുന്നത് പോലും. അതിന്റെ ഫലമായി നിങ്ങളിൽ വിവിധ തരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നു ചേരുക. കരിയറുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാത്ത ഉയർച്ച വന്നു ചേരാം. മുതിർന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ, ചില പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വിദ്യയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ വന്നു ചേരാം. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ കടന്ന് വരാവുന്നതാണ്. അത്തരം ചില സാഹചര്യങ്ങൾ അനുകൂലമായി തീരും. നേട്ടങ്ങൾ എപ്രകാരം സ്വന്തമാക്കുവാൻ സാധിക്കും, ഇത്തരത്തിലുള്ള ചില ചിന്തകൾ വരികയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പല കാരണങ്ങൾ കൊണ്ടും മുടങ്ങിക്കിടക്കുന്നതായ ജോലികൾ, നിങ്ങൾക്ക് അനുകൂലമാകാവുന്നതായ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയും പണം ലഭിക്കുകയും ചെയ്യാം. കൂടാതെ ഈ സമയം പണം പല കാര്യങ്ങൾക്കായി ഇറക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഇരട്ടിയായി തന്നെ ധനം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇത്തരത്തിൽ പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്ന ദിവസങ്ങൾ തന്നെയാണ് വന്ന് ഭവിക്കുക. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ പല ഫലങ്ങളും ജീവിതത്തിൽ തേടിയെത്തുന്നതായ സമയം തന്നെയാകുന്നു. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. ധനപരമായ നേട്ടങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ അനിവാര്യമായ ചില കാര്യങ്ങളോ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ഈ 2 ഗ്രഹങ്ങളുടെയും സംയോജനം നടക്കുന്നത് 10ാം ഭാവത്തിലാണ്. ഇത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും കൊണ്ടുവരുവാൻ സഹായകരമായി തീരും. അനുകൂലമായ ചില മാറ്റങ്ങൾ, നിങ്ങൾക്ക് അനിവാര്യമായ ചില മാറ്റങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായ ചില കാര്യങ്ങളോ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയം. പണം പല കോണിൽ നിന്നും നിങ്ങൾക്ക് തേടിയെത്താം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. കുടുംബത്തിൽ പൂർണ്ണമായ പിന്തുണ പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഗൃഹത്തിൽ സന്തോഷം വർദ്ധിക്കും. പല ആഗ്രഹങ്ങളുണ്ട് എങ്കിലും അതിൽ പ്രധാനപ്പെട്ടതായ ചിലതെങ്കിലും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില കാര്യങ്ങൾ മാറ്റിവച്ചു എന്ന് തന്നെ വരാം. ജോലിയുമായി ബന്ധപ്പെട്ട് പ്രകടനങ്ങൾ കാഴ്ചവെക്കുക, കൂടാതെ ജീവിതം മാറ്റിമറിക്കുന്നതായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം.
കരിയറുമായി ബന്ധപ്പെട്ട് അനുകൂലമാകുന്ന ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും. ആരോഗ്യം സംബന്ധിച്ച് അനുകൂലമാണ് സമയം എങ്കിലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങണം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും വർദ്ധിക്കാവുന്ന സമയമാകുന്നു. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുമാണ് മാറ്റങ്ങൾ കടന്നു വരിക. അനുകൂലമാണ് സമയം എന്ന് തന്നെ അർത്ഥമാക്കാം. അനുകൂലമായ ഫലങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. പലപ്പോഴും പല കാര്യങ്ങളിലും ആശയക്കുഴപ്പങ്ങൾ, എന്ത് ചെയ്യണം എന്ന ശരിയായ രീതിയിലുള്ള ഉപദേശങ്ങൾ ലഭിക്കാത്തതായ സാഹചര്യമോ അത്തരം ചിന്തകൾ കടന്നു വരാത്തതായ സാഹചര്യമോ നിങ്ങൾക്കുണ്ട്. അതിലുള്ള മാറ്റങ്ങൾ വന്നു ചേരും. അത്തരം കാര്യങ്ങൾ അകന്നു പോകാം. അതിനാൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. സാമ്പത്തികപരമായ ലാഭങ്ങൾ തേടിയെത്താം. അത്തരം കാര്യങ്ങൾ അനുകൂലമാകാം. ബുധന്റെയും ശനിയുടെയും കൂടിച്ചേരൽ നിങ്ങൾക്ക് മികച്ചതായ മാറ്റങ്ങൾക്കുള്ള തുടക്കം കൂടിയാണ് എന്നതാണ് സത്യം. പല കോണിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. കൂടാതെ 6ാം ഭാവത്തിലാണ് ഈ 2 ഗ്രഹങ്ങളും സംയോജിക്കുന്നത്. തന്മൂലം ഇവർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരാം. പ്രധാനമായും സംഭവിക്കുന്നത് നേട്ടങ്ങൾ വർദ്ധിക്കുന്നു എന്നതാണ്. പലപ്പോഴും ആഗ്രഹിക്കുന്നത് പോലുള്ള മാറ്റങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സംശയം ഉണ്ടാകേണ്ടതില്ല എന്നതാണ് വാസ്തവം. കാരണം പല കാര്യങ്ങളും നിങ്ങൾക്ക് നേട്ടങ്ങൾക്ക് കാരണമായി തീരും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരും. വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത വർദ്ധിക്കും. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് മികച്ചതായി തീരും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ഒരു നേട്ടമുണ്ടാകാം. എന്നാൽ അതിൽ നിന്നും മികച്ചതായ രീതിയിലുള്ള ലാഭം, വരുമാനം ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരും. ലാഭം വർദ്ധിക്കും. പണം പല വഴികളിലൂടെയും കൈകളിലേക്ക് വന്നു ചേരാം. എന്നാൽ ചെലവിന്റെ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ കാര്യങ്ങൾ പലതും നിങ്ങളുടെ കൈവിട്ടു പോകാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തണം. പല കാര്യങ്ങളും ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും അത് മാറ്റിവെക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. അത്തരം ചില കാര്യങ്ങൾ ഈ സമയം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും കുടുംബത്തിന്റെ പിന്തുണ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ എന്താണ് എന്ന് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം വർദ്ധിപ്പിക്കുന്നതായി മാറും. അത്തരം ചില കാര്യങ്ങളും വന്നു ചേരാം. കൂടാതെ ഈ സമയം പല ആഗ്രഹങ്ങളും മാറ്റിവച്ചിരുന്നു എങ്കിലും അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. മികച്ചതായ സമയം തന്നെയാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. കൂടാതെ ഈ സമയം മുതിർന്ന അംഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ നിമിഷങ്ങൾ കൂടുതലായും കടന്നു വരാം. സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. മുടങ്ങിക്കിടക്കുന്നതായ ചില കാര്യങ്ങൾ ഉണ്ടാകാം. അത് പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ പോലും ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരും. പൊതുവിൽ ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു.